സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. കോഴിക്കോട് ജില്ലയിലെ ചെറുവാടി എന്ന് പറയുന്ന, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് കൊടിയത്തൂർ എന്നൊക്കെ പറയുന്ന പ്രദേശം മുസ്ലിം സംഘടനകളുടെ ബാഹുല്യം കൊണ്ട് സമ്പന്നവും വ്യത്യസ്ത മതവിഭാഗങ്ങളെ കൊണ്ട് ധന്യവും ആദർശപരമായ സഹിഷ്ണുത നിലനിർത്തുന്നതോടൊപ്പം ആദർശപരമായ ഖണ്ഡനങ്ങളും സംവാദങ്ങളുമൊക്കെ പലതവണ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന അരീക്കോടും മുക്കവും ചെറുവാടിയും കൊടിയത്തൂരും എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങൾ. ഈ പ്രദേശത്ത് നടക്കുന്ന ഈ മഹാസമ്മേളനത്തിന്റെ ആശയപ്രബോധന സംരംഭത്തിന്റെ, അതുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനത്തിന്റെ യോഗാധ്യക്ഷരെ, വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ, ഈ നാട്ടിലെ സംഘാടകർ 6000-ഓളം വരുന്ന വീടുകളിൽ കയറി, ഇനി ആ വീടുകളിലുള്ള ആളുകൾ വന്നിട്ടില്ലെങ്കിൽ പോലും അവർക്ക് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് ആശയമെന്നും 6000-ഓളം വരുന്ന ജാതി മത ഭേദമന്യേ മനുഷ്യരായി ഇവിടെ നിലനിൽക്കുന്ന എല്ലാവരുടെ വീടുകളിലും കയറിയിറങ്ങി ഞങ്ങളിതാ ഒരു മഹത്തായ സമ്മേളനം സംഘടിപ്പിക്കുന്നു ചെറുവാടിയുടെ ഹൃദയഭാഗത്ത്.
വിശാലമായ മൈതാനത്ത് നിങ്ങൾ വരണം എന്ന് വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡരികുകളിലും കടത്തിണ്ണകളിലും ഉച്ചഭാഷിണിയുടെ ശബ്ദം കേൾക്കാവുന്ന അഷ്ടദിക്കുകളിലും എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തിൻ്റെയും ആധുനികമായ അധുനാധുന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബൈലക്സ് മെസ്സഞ്ചറിലൂടെ, അതുപോലെ തന്നെ വിവിധങ്ങളായ റേഡിയോ സംവിധാനങ്ങളിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതും വളരെ സവിശേഷമായ കാര്യമാണ്. മോക്ഷത്തിന്റെ നേർവഴി എന്ന വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ചിന്തനീയമായ വിഷയങ്ങളാണ് സാന്ദർഭികമായി അവതരിപ്പിക്കാൻ വിചാരിക്കുന്നത്. സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് ദർശനങ്ങൾ ഉദയം ചെയ്യുകയും ആ ദർശനങ്ങളെല്ലാം ലോകത്ത് മനുഷ്യർക്കിടയിൽ ചെറുതും വലുതുമായ സ്വാധീനങ്ങൾ ചെലുത്തുകയും ഉണ്ടായി എന്ന് നമുക്കറിയാം. പ്രത്യക്ഷമായ നിരീശ്വര ദർശനമാണ് ചാർവാക ദർശനം എന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിലും അത് ചാർവാക മതം എന്ന പേരിലാണ് ഈ രാജ്യത്ത് അറിയപ്പെട്ടത്. അദ്വൈത ദർശനങ്ങളും രാമാനുജന്റെ വിശിഷ്ടാദ്വൈതവും ശങ്കരാചാര്യരെ താത്വികമായി നഖശികാന്തം എതിർത്തിട്ടുള്ള മാധ്വാചാര്യന്റെ ദ്വൈത സിദ്ധാന്തവും എല്ലാം ഉദയം ചെയ്തത് ഈ നാട്ടിലാണ്. കണാദമുനിയുടെ വൈശേഷികവും കൗടില്യന്റെ അർത്ഥശാസ്ത്രവും ഋഷീശ്വരന്മാരുടെ അനവധി ഓർമ്മകളിൽ നിന്ന് അവർ ജനങ്ങൾക്ക് പകർന്നുകൊടുത്ത വചന സാഗരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. വിശ്വോത്തരങ്ങളായ മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഇന്ത്യയുടെ സവിശേഷത. ലോകരാജ്യങ്ങളിൽ അതിന്റെ പ്രത്യേകതയും. മാക്സ് മുള്ളർ എന്ന് പറയുന്ന വിഖ്യാതനായ യൂറോപ്യൻ പണ്ഡിതൻ വേദഗ്രന്ഥങ്ങളെ സമഗ്രമായി പഠിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. സ്മിത്തിനെ പോലെ ഭാരതീയ ദർശനങ്ങളുടെ അടിയൊഴുക്കുകളെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ലോകരാജ്യങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഗ്രീക്കും പേർഷ്യയും റോമും സാംസ്കാരികമായ സമുന്നതിയിൽ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന വിവിധങ്ങളായ ചർച്ചകൾ ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ചില ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗോർഡൻ ചൈൽഡിന്റെ പുസ്തകം വായിച്ച ഏതൊരാൾക്കും അറിയാം ചരിത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രണ്ട് പ്രസിദ്ധമായ സവിശേഷമായ ഗ്രന്ഥങ്ങൾ, ഒന്ന് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, രണ്ട് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, രണ്ട് ഗ്രന്ഥങ്ങളും. സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോള്യമായിരുന്നു. 8 വോള്യമായി വിപുലീകരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പഠിക്കാൻ വൈജ്ഞാനികമായി ശ്രദ്ധിക്കുന്നവർ പകർന്നു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തേക്ക് കടന്നു വന്നു. നമുക്കറിയാം ബൈഹഖിയുടെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹാക്കിമിന്റെ മുസ്തദറക് വളരെ പ്രസിദ്ധമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജാവ് ഇന്ത്യയുടെ ഏറ്റവും സവിശേഷമായ ഇഞ്ചി ഒരു പാത്രത്തിലിട്ട് പ്രവാചക തിരുമേനിക്ക് സൗദി അറേബ്യയിൽ എത്തിച്ചു കൊടുത്തതായും പ്രവാചകൻ അത് രുചിച്ചതായും അനുയായികൾക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തു കൊടുത്തതായും മുസ്തദറക്കിൽ രേഖപ്പെടുത്തുമ്പോൾ വളരെ സവിശേഷമായ ഒരു കാര്യം പ്രകടമാണ്. പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ അറേബ്യയുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നതാണ് വളരെ സവിശേഷമായ. നമുക്കറിയാം ഹിന്ദ് എന്ന പേര് സവിശേഷമാണ്. അറേബ്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദ് എന്ന് പറയുന്ന വനിത, ആ പേരിട്ടതുപോലും ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായ പഠനങ്ങളാണ് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. കൊള്ളലുകളുടെയും കൊടുക്കലുകളുടെയും ആദാനപ്രധാനമായ സംസ്കാരങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചകൾ, ഗഹനമായ പഠനങ്ങൾ, താത്വികമായ ചിന്തകൾ പണ്ഡിതന്മാർക്കിടയിൽ സവിശേഷമായി നടന്നിട്ടുണ്ട്. ഞാനിവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു വലിയ സങ്കടം രേഖപ്പെടുത്തുകയാണ്. പല സദസ്സുകളിലും നമ്മൾ
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും അതല്ലെങ്കിൽ മതത്തോട് വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ആളുകളെ രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന നിലയിൽ നമ്മൾ ക്ഷണിക്കാറുണ്ട്. ഇന്നും ഉണ്ടായിട്ടുള്ള വലിയൊരു ദുഃഖം, മതനിഷേധികളും മതത്തെ എതിർക്കുന്നവരും മതം പ്രശ്നമാണ് എന്ന് പറയുന്നവരും അത് പറയാൻ അവരുടെ സമയം ഭംഗിയായവർ ഉപയോഗിക്കും. ആ വിഷയങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാൻ ആരെങ്കിലും അത് നൽകാൻ തയ്യാറാണെങ്കിൽ അതിനു മുമ്പ് സ്റ്റേജ് വിട്ടു പോവുകയും ചെയ്യും. അത് ഏത് കാലഘട്ടത്തിലും വിശിഷ്യ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പണിയാണ്. ഞാനിത് പറയുന്നത്, ആനത്തലവട്ടം ആനന്ദൻ MLA ആയിട്ടുള്ള കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഇതുപോലെ മതത്തെ അദ്ദേഹം വളരെ രൂക്ഷമായി വിമർശിക്കുകയും അവരുമായുള്ള നമ്മുടെ കരാറ് മതാധ്യക്ഷന്മാരുടെ പ്രസംഗം കൂടി കേൾക്കണമെന്നതായിരുന്നു കരാർ. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, മതവിഭാഗത്തിന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെയായിരുന്നു കരാർ. പക്ഷെ അദ്ദേഹം മതത്തെ രൂക്ഷമായി വിമർശിക്കുകയും അദ്ദേഹം ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോ അന്ന് എന്റെ വിവേകമാണോ അവിവേകമാണോ എനിക്കറിയില്ല, ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല സാർ. കാരണം നിങ്ങൾ മരിക്കുന്നത് വരെ മതത്തിനെതിരെ പ്രസംഗിക്കും, ഒരിക്കലും മതാധ്യക്ഷന്മാർ പറയുന്നത് കേൾക്കുകയില്ല, മതത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് വായിക്കുകയുമില്ല, മതാധ്യക്ഷന്മാർ മതം അവതരിപ്പിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും ഇട്ട് കേൾക്കുകയുമില്ല, മരിക്കുന്നത് വരെ മതത്തെ എതിർത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടും. ഒരു വല്ലാത്ത ലോകത്തിലൊരു പ്രശ്നമാണത് ഞാൻ പറയുന്നത്. കാരണം പ്രത്യേകിച്ച് നിരീശ്വരത്വത്തെയും യുക്തിവാദത്തെയും നെഞ്ചിലേറ്റിയ പല ആളുകളും പൂർവ്വകാലത്തെ മതനിഷേധികളുടെ ഗ്രന്ഥങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി സംഘത്തിന്റെ നേതാവായ നമ്മളുടെ യു കലാനാഥ മാഷ് 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ബർസഖ് എന്നതിന് ബുർസഖ്